2009 മെയ് 21 IPL-ൽ ഇന്ത്യക്കാരൻ ചരിത്രം രചിക്കുന്നത് കാത്തിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ ആ കാത്തിരിപ്പ് അവസാനിച്ച ദിവസം. സ്ഥലം ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയൻ ക്രിക്കറ്റ് സ്റ്റേഡിയം. സച്ചിനും ഗാംഗുലിയും സെവാഗും യുവരാജും ഒക്കെ ഉണ്ടായിട്ടും ഒരു ഇന്ത്യക്കാരൻ്റെ സെഞ്ചുറി ആഗ്രഹിച്ച് കിട്ടാതെ പോയവർക്കിടയിൽ മനീഷ് കൃഷ്ണാനന്ദ് പാണ്ഡെ എന്ന 20-കാരൻ 100 തികച്ചുകൊണ്ട് IPL-ലെ ആദ്യ ഇന്ത്യൻ സെഞ്ചുറിയനായ ദിവസം. 18 വർഷം പിന്നെയും കഴിഞ്ഞു. വയസ്സ് 36 വർഷവും 252 ദിവസവും എത്തി. മറ്റൊരു മെയ് 21 IPL-ൽ അയാൾ വീണ്ടും തിളക്കത്തോടെ നിൽക്കുകയാണ്. കളിയിലെ താരമായി. മുംബൈ ഇന്ത്യൻസിനെതിരെ പൊരുതി ജയിച്ചൊരു മത്സരത്തിൽ 33 പന്തിൽ 45 റൺസുമായി അയാൾ കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറായി. 6 ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്നും പാഞ്ഞു. പോരാത്തതിന് ഈ പ്രായത്തിലും അതിശയിപ്പിച്ചൊരു ക്യാച്ചുമായി അയാൾ കൈപ്പിടിയിലാക്കിയത് കളിയിലെ താരത്തിനുള്ള പുരസ്കാരം കൂടിയായിരുന്നു. IPL-ൽ 6 വർഷത്തിന് ശേഷം മനീഷ് പാണ്ഡെയുടെ ആദ്യ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. വിരാട് കോഹ്ലിക്കൊപ്പം കളി തുടങ്ങി വിരാടിനെ പോലെ തന്നെ ഇന്നും ചുറുചുറുക്കോടെ കളിക്കളത്തിൽ തുടരുന്ന മനീഷ് പാണ്ഡെ മങ്ങിപ്പോയത് എവിടെയാണ്? മനീഷ് പാണ്ഡെ ഒരു വൺ ടൈം വണ്ടർ മാത്രമായിരുന്നു. IPL ദേശീയ ടീമിലേക്ക് വഴി തുറക്കുന്ന ഇക്കാലത്തായിരുന്നുവെങ്കിൽ ആ സെഞ്ചുറിയോടെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനം അതിവേഗം സാധ്യമായേനെ. പക്ഷേ 2008 കാലഘട്ടത്തിലൊക്കെ ടിക് പാക്കായ ഇന്ത്യൻ ടീമിലേക്ക് പാണ്ഡ്യയ്ക്ക് വിളിയെത്തുന്നത് 7 വർഷത്തിന് ശേഷമാണ്. 2015 ജൂലൈ 14 ഹരാരയിൽ സിംബാബ്വെക്കെതിരെ അരങ്ങേറ്റത്തിൽ 5-മനായി ഇറങ്ങി 86 പന്തിൽ 71 റൺസുമായി അതിഗംഭീരമായ തുടക്കം. പക്ഷേ 6-മനായി ഇറങ്ങി 105 റൺസ് അടിച്ച കേദാർ ജാദവ് കളിയിലെ താരമായി. പാണ്ഡ്യയുടെ കരിയറിന് പിൽക്കാലത്ത് വെല്ലുവിളിയായ കേദാറിൻ്റെ ആദ്യ പ്രഹരം. പിന്നെയും 6 മാസം കാത്തിരിക്കേണ്ടി വന്നു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ആദ്യ കളിയിൽ ബാറ്റിങ്ങിന് അവസരമില്ല. 2-ാം മത്സരത്തിൽ 6 റൺസിന് പുറത്താവുകയും ചെയ്തു. പക്ഷേ നിർണായകമായ 3-ാം മത്സരത്തിൽ 2016 ജനുവരി 23 സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ 330 റൺസ് ചേസ് ചെയ്യുമ്പോൾ പിറന്നൊരു അൺബീറ്റൺ ഏകദിന സെഞ്ചുറിയുണ്ട്. 81 പന്തിൽ 104 റൺസ്. 2 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ആ ഇന്ത്യയുടെ വിജയം പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയെന്ന നാണക്കേടിൽ നിന്നുകൂടിയാണ് ടീം ഇന്ത്യയെ അന്ന് രക്ഷിച്ചത്. എന്നാൽ കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചുറിയും പക്ഷേ ബ്രേക്ക് ത്രൂ ആയില്ല. സിംബാബ്വെക്കെതിരായ അടുത്ത 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 2 കളിയിലും ബാറ്റ് ചെയ്യാനുമായില്ല. ഇറങ്ങിയ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ ബൗണ്ടറി അടച്ചതോടെ ഇന്ത്യ കളിയും ജയിച്ചു. മനീഷ് പാണ്ഡെയുടെ കരിയർ ഇന്നിങ്സിന് അങ്ങനെയൊരു ശാപം കൂടിയുണ്ട്. ടീമിലുണ്ടായിട്ടും ബാറ്റെടുക്കാൻ അവസരം ലഭിക്കാത്ത ശാപം. പലപ്പോഴും DNB അഥവാ ഡിഡ് നോട്ട് ബാറ്റ് എന്ന സ്കോർ കാർഡിൽ മനീഷ് പാണ്ഡെയുടെ പേരിന് രേഖപ്പെടുത്തപ്പെട്ടു. 2020-ൽ ആദ്യ 10 ഇന്നിങ്സിൽ 3 തവണയാണ് ഇങ്ങനെ അവസരങ്ങൾ ഒഴിഞ്ഞുപോയത്. ഒരു 48-ഉം ഒരു 51-ഉം പിറന്നെങ്കിലും 6 വർഷം മുമ്പ് 2000-ൽ ഓസ്ട്രേലിയക്കെതിരെ 2 റൺസിൽ പുറത്തായ ഇന്നിങ്സോടെ 39 മത്സരങ്ങൾ മാത്രം നീണ്ട T20 അന്താരാഷ്ട്ര കരിയർ അവസാനിക്കുകയായിരുന്നു. സ്ഥിരതയില്ലായ്മയായിരുന്നു വലിയ പോരായ്മ. മികവിൻ്റെ പാരമ്യം പ്രകടിപ്പിക്കുമ്പോഴും അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതിരുന്ന ദൗർഭാഗ്യമാണ്. നല്ല തുടക്കങ്ങൾ വലിയ സ്കോറുകളായി മാറിയില്ല. പതിയെ ടീമിൻ്റെ പരീക്ഷണ വസ്തുവായി. പല സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നു. തിളങ്ങിയ മത്സരങ്ങളിൽ ടീം തോറ്റതോടെ ആ ഇന്നിങ്സുകൾ ആഘോഷിക്കപ്പെട്ടതുമില്ല. അയാൾ പതിയെ വിസ്മൃതിയിലായി. 2025-ൽ മനീഷ് പാണ്ഡെ അപമാനിക്കപ്പെട്ടു. IPL ചരിത്രത്തിലെ എല്ലാ സീസണുകളിലും കളിച്ച താരങ്ങളെ ആദരിച്ച ചടങ്ങിൽ BCCI മനീഷ് പാണ്ഡെയെ മാത്രം മറന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും MS ധോണിയും പുരസ്കാരങ്ങൾ അന്ന് ഏറ്റുവാങ്ങി. അവരെപ്പോലെ 18 സീസണുകളിൽ കളിച്ചിട്ടും ഇന്ത്യയുടെ ആദ്യ IPL സെഞ്ചുറിയനായിട്ടും ഇന്ത്യയ്ക്ക് വേണ്ടി തന്നെ കളിച്ചിട്ടും അയാൾ അപ്രസക്തനായി. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് കളിച്ച താരമാണെന്ന് പോലും BCCI ഓർത്തില്ല. 2014 സീസണിലെ ഫൈനലിലെ താരമാക്കിയ ഈ ഇന്നിങ്സ് പഞ്ചാബിനെതിരെ കൊൽക്കത്തയ്ക്ക് കിരീടമുറപ്പിച്ച 199 റൺസ് ചേസ് ചെയ്യുമ്പോൾ നേടിയ 50 പന്തിലെ 94 റൺസ്. 2020 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ചേസിംഗ് ഇന്നിങ്സ് എന്ന് അത് വാഴ്ത്തപ്പെട്ടു. 3 പന്ത് മാത്രം ശേഷിക്കെ 3 വിക്കറ്റിൻ്റെ വിജയം. ഇന്നിങ്സ് ആങ്കർ ചെയ്ത് ബിൽഡ് ചെയ്ത് ആക്രമണം അഴിച്ചുവിട്ട പ്രകടനം. 16 കളികളിൽ 401 റൺസായിരുന്നു മനീഷ് പാണ്ഡെ ആ സീസണിൽ അടിച്ചുകൂട്ടിയത്. 10 വർഷത്തിന് ശേഷം അയാൾ വീണ്ടും ആ കിരീടം ഉയർത്തുന്നുണ്ട് 2024-ൽ. പക്ഷേ അന്ന് കാഴ്ചകൾക്ക് അപ്പുറത്തായിരുന്നു. പല കളികളിലും അയാൾക്ക് ടീമിൽ അവസരമുണ്ടായിരുന്നില്ല. അവസരം കിട്ടിയ ഒരേ ഒരു കളിയിൽ അയാൾ 42 റൺസ് നേടിയിട്ടുണ്ട്. അതും മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്കഡയിൽ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിക്കൊണ്ട്. മുംബൈക്കെതിരെ ജയിച്ച കളിയിൽ പൊരുതാവുന്ന സ്കോർ ഉറപ്പാക്കിയ പ്രകടനം. ഇത്തവണ ഫോം ഔട്ടായ രമൺദീപ് സിംഗിന് പകരമാണ് മനീഷ് പാണ്ഡെ ടീമിലെത്തുന്നത്. തുടക്കത്തിൽ തോൽവികളിൽ ഉഴറിയ ടീം അയാളുടെ വരവോടെ വിജയവഴിയിലെത്തുന്നുണ്ട്. പക്ഷേ ആദ്യ 4 കളിയിലും ആ പഴയ ശാപം പിന്തുടരുന്നുണ്ട്. പേരിന് നേരെ ഡിഡ് നോട്ട് ബാറ്റ് എന്ന രേഖപ്പെടുത്തൽ.
ബാറ്റിങ്ങിന് അവസരമില്ലെങ്കിലും ഫീൽഡിലെ അത്ലറ്റിക് പ്രകടനം കൊണ്ട് ഈ 38-ാം വയസ്സിലും കോഹ്ലിയെ പോലെ തന്നെ അമ്പരപ്പിക്കുകയാണ് മനീഷ് പാണ്ഡെ. ഫീൽഡിലെ ചടുലതയും അസാധ്യ ഫിറ്റ്നസും, IPL ആയാലും ആഭ്യന്തര ക്രിക്കറ്റിലായാലും സഹതാരങ്ങളെ ഫീൽഡിൽ ഉത്തേജിപ്പിക്കുന്ന എനർജി, കടുത്ത പ്രതിസന്ധികളിലും തളരാത്ത മാനസിക കരുത്ത്, ടോട്ടൽ ടീമാനെന്ന വിശേഷണം. വിരാട് കോഹ്ലിക്ക് മുന്നേ IPL സെഞ്ചുറിയും IPL കിരീടവും ആഘോഷിച്ച താരം. കോഹ്ലിയെപ്പോലെ ഒരിക്കൽ ഈ ലീഗ് ഭരിക്കുമെന്ന് കരുതിയ താരം. അങ്ങനെ ആയില്ലെങ്കിലും അയാളെ വിസ്മരിക്കാനാകില്ല. ഞായറാഴ്ച സീസണിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തോടെ കൊൽക്കത്തയുടെ പോരാട്ടം തീരുമ്പോൾ IPLൽ നിന്നുള്ള മനീഷ് പാണ്ഡെയുടെ പടിയിറക്കം കൂടിയായി മാറിയേക്കാമത്. വേണമെങ്കിൽ നമുക്ക് അയാളെ മറക്കാം. പക്ഷേ അയാളുടെ അടയാളം എന്നും IPLൽ ഉണ്ടാകും.